അപ്പോൾ പുതിയൊരു വാർത്ത വരുന്നുണ്ട്. ഇനി മുതൽ സാംസങ് AMDയുമായി പാർട്ണർഷിപ്പ് ചെയ്യാൻ പോവാണ് ചിപ്സെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് AMD എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ അറിയായിരിക്കും. നിങ്ങൾ പല ലാപ്ടോപ്പിന്റെ PC-യുടെ സ്പെസിഫിക്കേഷനകത്ത് നിങ്ങൾ കേട്ടാണെങ്കിൽ ഇതിനകത്ത് AMD ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. AMDയുടെ GPU ഒക്കെ നിങ്ങൾക്ക് അറിയാം. PS5-നകത്ത് അതേ സംഭവം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. Xbox-നകത്തും AMDയുടെ ഒക്കെ GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് സാംസങ് ഫോൺസിനകത്ത് ബെറ്റർ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സാധാരണ സാംസങ് ഫോൺസ് നോക്കുവാണെങ്കിൽ അവർ സ്നാപ്ഡ്രാഗൺ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസ് ഒന്നും പോലെ. ഇപ്പോൾ സ്നാപ്ഡ്രാഗണിനകത്ത് നിങ്ങൾ കണ്ടു കാണായിരിക്കും അതിനകത്ത് Adreno GPU ആണുള്ളത്. അപ്പോൾ അതേസമയം നിങ്ങൾ സാംസങ്ങിന്റെ GPU നോക്കുവാണെങ്കിൽ അവർ മാലി G സീരീസിന്റെ GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്നാപ്ഡ്രാഗന്റെ GPU Adreno വെച്ച് നോക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് ഒന്നും പോരാ. ഇപ്പോൾ Adreno വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ. പക്ഷെ ഇനി മുതൽ സാംസങ് AMDയുമായി പാർട്ണർഷിപ്പ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്വാൽക്കം നോക്കുവാണെങ്കിൽ അവർ തന്നെ ആർക്കിടെക്ചർ എല്ലാം ഉണ്ടാക്കുവാണ്. അവരുടെ എങ്ങനെയാണ് ചിപ്സെറ്റ് ഇരിക്കേണ്ടത് അതെല്ലാം അവർ തന്നെ നോക്കുന്നുണ്ട്. സാംസങ് എന്ന് പറഞ്ഞാൽ വേറെ കമ്പനീസുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. എക്സിനോസ് അവരുടെ തന്നെ ആയാലും അവർ വേറെ കമ്പനീസുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സാംസങ്ങും ക്വാൽക്കമ്മിന് വേണ്ടിയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആപ്പിളിന് വേണ്ടിയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ചിപ്സെറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് അവർക്ക് മെയിൻ കുഴപ്പമൊക്കെ വരുന്നത്. അപ്പോൾ സാംസങ് ഫോൺസിനകത്ത് മെയിൻ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒപ്റ്റിമൈസേഷൻ പോരെ. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ പിന്നെ വേറെ സംഭവമാണ് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് സാംസങ് ഫോൺസിനകത്ത്. അപ്പോൾ ഈ രണ്ട് ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഈ സാംസങ് ഫോൺസിനകത്തൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഗെയിം ഡെവലപ്പേഴ്സ് നോക്കുവാണെങ്കിൽ അവർ കൂടുതലും ഒപ്റ്റിമൈസ് ചെയ്യുന്നത് Adreno ചിപ്സെറ്റിനാണ്. മാലി G സീരീസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റിനകത്ത് കുറച്ചുകൂടി ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമായിരിക്കും. അതുകൊണ്ടാണ് പലരും റെക്കമെൻഡ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗനിലോട്ട് പോകാൻ ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് വാങ്ങിക്കുകയാണെങ്കിൽ. പിന്നെ നെക്സ്റ്റ് ആണ് ഹീറ്റിംഗ്. അത് സാംസങ്ങിന്റെ സ്വാഭാവികമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് സാംസങ്ങിലൊക്കെ നടക്കുന്നത്. അപ്പോൾ കുറെ കാലമായിട്ട് സാംസങ്ങിലൊക്കെ കംപ്ലൈൻസ് കേൾക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ ഈ ഫോണിനകത്ത് ഭയങ്കര ഹീറ്റിംഗ് ആണ്, ഇതിന്റെ ഒപ്റ്റിമൈസേഷൻ പോരാ, ഗെയിമിംഗ് കളിക്കുമ്പോൾ അത് ഹീറ്റും ആവുന്നുണ്ട്, ബാറ്ററിയും കൂടുതൽ എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ കംപ്ലൈൻറ്റ്സ് സാംസങ് വർഷങ്ങളോളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ സൗത്ത് കൊറിയയിലും US-ലൊക്കെ അവർ സ്നാപ്ഡ്രാഗൺ വെർഷനൊക്കെ ഇറക്കുന്നത്. കാരണം അത് കുറച്ച് പേരൊക്കെ മേടിക്കാൻ വേണ്ടി. പക്ഷെ ബാക്കി എല്ലായിടത്തും എക്സിനോസ് ഇറക്കുന്നത്. അപ്പോൾ സാംസങ് ഇതെല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ AMD ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്യണം. അപ്പോൾ AMD ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾക്ക് റേ ട്രേസിംഗിന്റെ ഒരു സംഭവം കിട്ടുന്നുണ്ട്. ഇപ്പോൾ റേ ട്രേസിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റിഫ്ലക്ഷൻസ് കിട്ടും, ഷാഡോസ് കിട്ടും, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ PS5, Xbox Series X, PS5 ഒക്കെ നിങ്ങൾ നോക്കണം, അതിനകത്ത് റേ ട്രേസിംഗിന്റെ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ സംഭവങ്ങൾ ഫോണിനകത്ത് വരാൻ പോവുകയാണെന്നാണ് പറയുക. അപ്പോൾ സാംസങ് ഫോണിനകത്തായിരിക്കും ഇത് ഫസ്റ്റ് സപ്പോർട്ട് ആകാൻ പോകുന്നത്. അപ്പോൾ AMDയും സാംസങ്ങുമായിട്ട് ഇപ്പോൾ കൊളാബറേഷൻ ചെയ്യുമ്പം ഫസ്റ്റ് ഫോൺ അവർ ഇറക്കുന്നത് സാംസങ് ഗാലക്സി S22 ആയിരിക്കും. അപ്പോൾ അതിനകത്തായിരിക്കും നിങ്ങൾക്ക് AMD ബേസ്ഡ് GPU ഒക്കെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് റേ ട്രേസിംഗ് ഒക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ആയിരിക്കും. പക്ഷെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം ഡെവലപ്പേഴ്സ് ഈ ഗെയിം ഒപ്റ്റിമൈസ് ചെയ്യുമോ, പിന്നെ നിങ്ങൾക്ക് നല്ല FPS കിട്ടുമോ, ഇതിലാണ് മെയിൻ ഡൗട്ട് വരുന്നത്. ആ ഗെയിമിനകത്ത് റേ ട്രേസിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഈ സ്മാർട്ട് ഫോൺസിനകത്തൊക്കെ. ഇപ്പോൾ വേറെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. AMD GPU യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിഫ്രഷ് റേറ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, FPS, ഗ്രാഫിക്സ് ഇതൊക്കെ കൂടുതലാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിൽ ഒരു വലിയൊരു സ്റ്റെപ്പ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും AMD ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്യാം. അപ്പോൾ ന്യൂസിനകത്ത് പറയുന്നത് അടുത്ത സാംസങ് ഗാലക്സി S22 സീരീസിനകത്ത് നിങ്ങൾക്ക് Exynos 2200 ആണ് കിട്ടുന്നത്. അതിനകത്ത് AMD ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. AMDയുടെ എല്ലാം GPU ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. CPU അവരുടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സാംസങ്ങിന്റെ. പക്ഷേ GPU ഇപ്രാവശ്യം AMDയുടെ ആയിരിക്കും. പിന്നെ 1.5 ടൈംസ് ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് S21 വെച്ച് നോക്കുമ്പം. അപ്പോൾ 1.5 ടൈംസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പെർഫോമൻസ് ബേസിനകത്ത്. പക്ഷെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഗെയിമിങ്ങിലാണ് നിങ്ങൾക്ക് കൂടുതൽ വലിയൊരു അപ്ഗ്രേഡ് വരുത്തുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഗെയിമിങ്ങിന് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ പലരും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് അസൂസിന്റെ ROG സീരീസ് ഫോൺസ്, OnePlus ഫോൺസ് ഒക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യം എക്സിനോസും നല്ലതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ന്യൂസിനകത്ത് വേറൊരു സംഭവം കൂടെ പറയുന്നുണ്ട്. ഈ AMDയുടെ GPU RDNA 2 ആർക്കിടെക്ചർ ബേസ്ഡ് ആവുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് PS5, Xboxലൊക്കെ കിട്ടുന്നില്ല. അപ്പൊ RDNA 2 ആർക്കിടെക്ചർ ബേസ്ഡ് ഒക്കെ ആയിരിക്കും, നല്ല പെർഫോമൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവട്ടം പറഞ്ഞത് ഗെയിമിങ്ങിന് വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ്. ഗെയിമിങ്ങിന് നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ Note 10 Plus, Note 20 Ultra നിങ്ങൾ നോക്കാം. നിങ്ങൾ Note 20 Ultra നോക്കിയാലും അതിന്റെ PUBGയിലെ ഹയസ്റ്റ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ HDR-ഉം അൾട്രയാണ്. ഇപ്പോൾ നിങ്ങൾ iPhone XR ഒക്കെ നോക്കുകയാണെങ്കിൽ അതുവരെ HDR ആൻഡ് എക്സ്ട്രീമി വരെ പോകുന്നുണ്ട്. അപ്പോൾ സാംസങ് അതൊന്നും ചെയ്യാനൊന്നും പറയുന്നത് അവർക്ക് വേണമെങ്കിൽ അതൊക്കെ ഓൺ ആക്കാൻ പറ്റും. HDR-ഉം പിന്നെ എക്സ്ട്രീം വരെയൊക്കെ അവർക്ക് വേണമെങ്കിൽ വെക്കാൻ പറ്റും അവരുടെ ഫോൺസ് അതൊക്കെ. പക്ഷേ അഗെയിൻ ഹീറ്റിങ്ങിന്റെ ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അവർ HDR-ഉം അൾട്രയും വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ള Note 20 Ultra-ക്കകത്ത്. S21 Ultra എനിക്ക് അറിയത്തില്ല, അത് ചിലപ്പോൾ എക്സ്ട്രീംലി സപ്പോർട്ട് ചെയ്യും. പക്ഷേ Note 20 Ultra ഇപ്പോഴും അൾട്രയിൽ തന്നെയാണ്.
ആ ഒരു സംഭവം കൂടെ ഉണ്ട് ഈ ഹീറ്റിംഗ് ഒക്കെ കാരണം. അപ്പൊ നിങ്ങളിൽ ചിലവരൊക്കെ പറയായിരിക്കും സ്നാപ്ഡ്രാഗൺ 888 ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഇല്ലായിരുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ പറഞ്ഞ ക്വാൽകോം ആണെങ്കിൽ അവരുടെ സ്നാപ്ഡ്രാഗൺ 888 GPU കുറച്ചുകൂടി ഓവർക്ലോക്ക് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇഷ്യൂ കാരണമാണ് നിങ്ങൾ കേട്ടാണെങ്കിൽ OnePlus 9 ഒക്കെ ഹീറ്റ് ആവുന്നുണ്ട്, പിന്നെ ROG Phone 5 ഒക്കെ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഫോൺ ഹീറ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി മുതൽ സാംസങ് ഒക്കെ ക്വാൾകോമിന്റെ ഒപ്പം തന്നെ നിൽക്കുമായിരിക്കും, ആപ്പിളിന്റെ A സീരീസ് ചിപ്പിന്റെ ഒപ്പം ഒക്കെ നിൽക്കുമായിരിക്കും. ആപ്പിളിന്റെ A സീരീസ് ചിപ്പിന് നല്ല കോമ്പറ്റീഷൻ കിട്ടാൻ പോവാണ് സാംസങ്ങിൽ നിന്ന്. അപ്പൊ നോക്കാൻ വന്ന് നടക്കുന്നു. മീഡിയടെക്കും നല്ലോണമൊക്കെ ഇംപ്രൂവ് ഒക്കെ ആവുന്നുണ്ട് അവരുടെ ചിപ്സെറ്റ്. അപ്പൊ പണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പലരും ക്വാൾകോമിന്റെ ചിപ്സെറ്റ് ആയിരുന്നു റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് 2018-19 ആപ്പിളിന്റെ A സീരീസ് ചിപ്പും പലരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ പതുക്കെ മീഡിയടെക്കും ഇംപ്രൂവ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം സാംസങ്ങും ഇപ്പൊ AMD ആയിട്ട് ചേരുമ്പോൾ ഇംപ്രൂവ് ഒക്കെ ആവുന്നുണ്ട്. മീഡിയടെക്കും ഇപ്രാവശ്യം നല്ലോണമൊക്കെ ഇംപ്രൂവ് ആവുന്നുണ്ട്, ചില ഫോൺസ് നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നോക്കാൻ എന്താവുന്ന സാംസങ്ങും AMD ആയിട്ട് ചേരുമ്പോൾ. അപ്പൊ ഇതൊക്കെ തന്നെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ്.